ബട്ട് സ്റ്റിൽ അപ്പൊ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മാസപ്പടി എന്ന് പറയുന്നത് അഴിമതിയാണെന്നും അഴിമതിക്ക് വേണ്ടി വാങ്ങിയ പണമാണെന്നും ഈ അഴിമതി പണം നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നും ആ നിയമവിരുദ്ധമായി ചെയ്തു കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും ഇതിനു മുമ്പ് ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ ഇവിടെ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. 1, 2, 3, 4 ഫേവേഴ്സ് CMRL ചെയ്തത്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം കേരളത്തിൽ ഒട്ടും എളുപ്പമല്ല. കാരണം അഴിമതിക്കെതിരായി പോരാടാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനങ്ങളോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ റെസ്പോണ്ട് ചെയ്യാതെ വരുമ്പോൾ വി ആർ ഹെൽപ്ലെസ്. പക്ഷേ ഈ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം വളരെ പ്രയാസപ്പെട്ട് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കിതുപോലെ നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ് ബോധ്യപ്പെടുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടാണ്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ ഇത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞിരുന്നു. രണ്ടാമത് ഇപ്പോ SFIO എന്ന ഏജൻസി എക്സാലോജിക്കിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ അഴിമതി പണമാണ് എക്സാലോജിക് റിസീവ് ചെയ്തത് എന്ന് പറഞ്ഞിരിക്കുന്നു. നാച്ചുറലി ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇതിനപ്പുറം ഈ കേസ് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? ഇതിനപ്പുറം നമ്മൾ എങ്ങനെയാണ് തെളിയിക്കുക? ഇതിനപ്പുറം എങ്ങനെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഇത് എക്സ്പോസ് ചെയ്യാൻ കഴിയുക? അപ്പൊ അതായത് ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന് GST അടച്ചുവെന്ന് CPM-ഉം ധനമന്ത്രിയും പറഞ്ഞത് കള്ളവും വ്യാജവുമായിരുന്നു. നമ്പർ 1, കാരണം അതിൻ്റെ അകത്ത് അവർക്ക് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഇല്ല എന്നുള്ള ഡോക്യുമെന്റ് നമുക്ക് ലഭിച്ചു. നമ്പർ 2, എക്സാലോജിക് വാങ്ങിയ പണം അഴിമതി പണമാണെന്നും അഴിമതിയാണ് എന്നും നമ്മൾ ഇതിരുന്നു. ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയ SFIയുടെ അഭിഭാഷകൻ ഭരണഘടനാ കോടതിക്ക് മുമ്പാകെ ഈ പണം അഴിമതി പണമാണെന്നും ഇത് പൊളിറ്റീഷ്യൻ നൽകുന്നതിന് വേണ്ടി നൽകിയ പണമാണെന്നും വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഔദ്യോഗിക നിലപാട് എന്താണ്? ഈ രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസി അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ കാര്യം മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി പണം കൈപ്പറ്റിയെന്നും ആ ഒരു മൈനിങ് കമ്പനിക്ക് വേണ്ടി നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഗൂഢാലോചന നടത്തി വാങ്ങിയ പണമാണ് എന്നും കൂടി ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് മുമ്പിൽ, ഭരണഘടനാ കോടതിക്ക് മുമ്പിൽ പറഞ്ഞ പശ്ചാത്തലത്തിൽ ഇനിയും അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരാൻ യോഗ്യനാണോ? മുഖ്യമന്ത്രി കസേരയിൽ തുടരുന്നത് ധാർമ്മികമാണോ എന്ന് CPM മറുപടി പറയണമെന്നാണ് എനിക്ക് ഘട്ടത്തിൽ പറയാനുള്ളത്. യെസ്. അല്ല, GST വന്നതിന് ശേഷം അടച്ചിട്ടുള്ളൂ. അപ്പൊ 1,72,00,000 രൂപ വാങ്ങിയത് GST പീരീഡിലും പ്രീ GST പീരീഡിലുമാണ്. 2016 മുതൽ പൈസ വാങ്ങല്ലേ? That we can check and get the break. വീണ 1,05,00,000 രൂപയാണ് വീണയുടെ അക്കൗണ്ടിൽ വാങ്ങിയത്. 65 ലക്ഷം രൂപയാണ് കമ്പനി വാങ്ങിയത്. അല്ല, that need to be worked out. അല്ല, എന്നാണല്ലോ അവർ അവകാശപ്പെട്ടത്. എന്നാണ് അത് അഴിമതി പണമല്ല എന്ന് വരുത്താൻ വേണ്ടി സർവീസിന് വേണ്ടി വാങ്ങിയ പണമാണെന്നുള്ളതാണ് CPM-ന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ ഇത് ഞാൻ കാണിച്ചതല്ലേ? അല്ല, സർവീസ് ടാക്സ് പ്രൊഫഷണൽ ടാക്സ് സെയിം, ബോത്ത് ആർ സെയിം. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ധനമന്ത്രി പറഞ്ഞ മറുപടി നിങ്ങൾ വ്യക്തമായി പരിശോധിച്ചാണ്. ദ ക്വസ്റ്റ്യൻ വാസ് വെരി സ്ട്രേറ്റ്. 1.72 crores അതിന് നികുതി അടച്ചിട്ടുണ്ടോ ഇല്ലയോ? സിമ്പിൾ സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ. He would have said yes or no. അല്ലെങ്കിൽ ഇത്ര എമൗണ്ടിന് നികുതി അടച്ചിട്ടുണ്ട്, ഇത്ര എമൗണ്ടിന് അടച്ചിട്ടില്ല. Why can't he say that? My point is CPM ധനമന്ത്രിയെ കൊണ്ട് കളവ് പറയിപ്പിച്ചു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മന്ത്രിമാരെ, നമ്മുടെ ഭരണ സംവിധാനത്തെ, സർക്കാരിനെ എങ്ങനെ വിശ്വസിക്കും? My intention is to expose this hypocrisy. അല്ലെങ്കിൽ ഈ ഇത് തുറന്നു കാട്ടാണ്. അല്ലെങ്കിൽ അവർ ഞാൻ എത്രയോ വട്ടം അന്നത്തെ ദിവസം പറഞ്ഞിരുന്നു. അപ്പോ പക്ഷെ നിങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി എല്ലാവരും പറയുന്നില്ല, ചില മാധ്യമങ്ങൾ അടക്കം ഈ വിഷയം ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്ത് 3-അംഗ ബെഞ്ച് 4-അംഗ ബെഞ്ചൊക്കെ ഇരുന്ന് GST അടച്ചിട്ടുണ്ട് എന്ന് കേരള സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചു. അവിടെയാണ് എന്റെ പ്രോബ്ലം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വളരെ വളരെ പ്രയാസപ്പെട്ട് 3 റൗണ്ട് അപ്പീൽ നടത്തി വാങ്ങിയ റിപ്ലൈ ആണ്. അതെ,
അങ്ങനെ പറയാൻ കഴിയുള്ളവർക്ക്. GST പോർട്ടൽ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉള്ളവർ GSTയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി പാർട്ട് ഓഫ് ഇറ്റ്. ട്രാൻസിഷൻ ഫോമാണ് ഫയൽ ചെയ്യുന്നത്. വാങ്ങിയ പണത്തിന്റെ കാര്യം മാത്രമല്ല, അതായത് സർവീസ് ടാക്സ് GSTയിലേക്ക് മാറുന്ന യാതൊരു വിവരങ്ങളും ഉണ്ടെങ്കിൽ അത് പറയൂലോ. ഈ ഇടപാടുമായി ബന്ധപ്പെട്ടല്ല. അല്ല, അടച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടിട്ട് അതാണല്ലോ വേണ്ടേ. മിനിസ്റ്ററെ പോലെ ഒരാൾ വന്ന് ഇതിൽ അടയ്ക്കേണ്ട നികുതി അടച്ചിട്ടുണ്ട് എന്ന് ജനങ്ങളോട് പറയുമ്പോൾ ഹീസ് ബൗണ്ട് ടു എക്സ്പ്ലെയിൻ, അല്ലെങ്കിൽ ഹീസ് ബൗണ്ട് ടു ആൻസർ ദിസ്. ലെറ്റ് ഹിം കോൺഫിഡന്റ്ലി സേ വീണ ഹാസ് പെയ്ഡ് ദ ടാക്സ് ഫോർ 1.72 crores. ആ 1,72,00,000 മുഴുവൻ നികുതി അടച്ചിട്ടുണ്ടെന്ന് ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആ കള്ളം പറയുന്നതിനുള്ള പ്രയാസം നമുക്ക് അതിൻ്റെ മനസ്സിലാവും. കാരണം അദ്ദേഹം അതിൻ്റെ അകത്ത് പറയുന്നത് 2017 മുമ്പ് സെൻട്രലാണ്, അതെന്താണെന്ന് നമുക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് അത്രയും കള്ളം പറയാനുള്ള ഒരു വൈദഗ്ധ്യം. എന്നാൽ ഗൗതമാഷാണെങ്കിൽ എല്ലാം അടച്ചു ഒരു രൂപയിലും ബാക്കിയില്ല എന്ന രീതിയിലാണ് പുള്ളി പറഞ്ഞത്. ഓരോരുത്തരുടെ ഒരു ശൈലിയുടെ ആയിരിക്കും. പക്ഷേ അല്ല, അത് പറയുന്നില്ല. അപ്പൊ അത് ഇതിൽ അടക്കേണ്ട നികുതി എന്ന് പറയുന്നു. അടക്കേണ്ട നികുതി എന്ന് പറഞ്ഞാൽ പോലോ. എന്റെ ക്വസ്റ്റ്യൻ ഇസ് വെരി, അതുകൊണ്ടാണ് ഞാൻ ബാലഗോപാലിന് കൊടുത്ത കത്തും ഞാനിപ്പോ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം അതാണ്. 1.72 crores ആണ് ഇൻ ക്വസ്റ്റ്യൻ ഇൻ ഡിസ്പ്യൂട്ട്. അതിനടച്ചിട്ടുണ്ടെന്ന് കോൺഫിഡന്റ് ആയിട്ട് പറയാത്ത എന്തുകൊണ്ടാണ്?